ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? അപ്പം ഞങ്ങളിവിടെ കുഴപ്പമില്ല, സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു കുറച്ചേറെ വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടെന്ന്. അപ്പം എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് കേട്ടോ. സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാനായിട്ട് പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോകളൊക്കെ ഉണ്ട്, അത് എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത് കുക്കുവിൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ നടക്കുന്നതിൻ്റെ വീഡിയോയാണ്. രാവിലെ പണിയൊക്കെ തീർത്ത് ഒരു 10-11 മണിയായപ്പോൾ ആനിവേഴ്സറിക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളൊന്നും കാണിക്കുന്നില്ല, കുറച്ച് ആനിവേഴ്സറിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. രാവിലെ മുതലുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയ്ക്ക് ലെങ്ത് കൂടിപ്പോകും. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ കുട്ടികളുടെ കലാപരിപാടികളാണ് ഇവിടെ ആദ്യമൊക്കെ നടക്കുന്നത്. നമുക്ക് ഉദ്ഘാടനവും കാര്യങ്ങളുമൊക്കെ ഉച്ച കഴിഞ്ഞാണ് നടക്കുന്നത്. വിശിഷ്ടാതിഥികളൊക്കെ എത്താനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ റൈബാൻ ഗ്രൂപ്പിൻ്റെ ആലപ്പുഴക്കാരുടെ ഗാനമേള അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ഗാനമേളയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം. ആനിവേഴ്സറിക്ക് വേണ്ടി തൻ്റെ സ്കൂളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാം നടക്കുന്നത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലാറാണ്. നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയമായി, മോഡൽ സ്കൂളായി അംഗീകരിച്ചേക്കുന്ന സ്കൂളാണ്. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ, അതായത് കൂടുതലും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ് കേട്ടോ. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ 10,000-2000 പിള്ളേർ പഠിക്കുന്നൊരു സ്കൂളായിരുന്നു. ഇപ്പോഴും കുട്ടികൾക്ക് കുറവൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ആ കുട്ടികളുടെ പേരൻസും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ പരിപാടിക്കായിട്ട് രാവിലെ മുതൽ ഇവിടെ വന്നിരിക്കുന്ന പേരൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പണികളും, കുറച്ച് ഏലത്തിൻ്റെ പണികളും കേക്കിൻ്റെ പണികളും ഒക്കെ ഉള്ളത് കൊണ്ട് കുറച്ചൊന്ന് താമസിച്ചാണ് ഞാൻ വന്നത്. ഏകദേശം ഒരു 10-11 കൂടിയാണ് കേട്ടോ എത്തിയത്. എങ്കിലും 10 മണിയായപ്പോൾ തന്നെ കുട്ടികളുടെ കലാപരിപാടികൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് ശേഷമാണ് പൊതുസമ്മേളനവും ഉദ്ഘാടനവും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൻ്റെ മാന്യനായ MLA ശ്രീ MM മണിയാശാൻ ഇവിടെ എത്താനുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഉച്ച കഴിഞ്ഞത്തേക്ക് ഉദ്ഘാടനവും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കുട്ടികളുടെയൊക്കെ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. UP സെക്ഷന്, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ കുട്ടികളുടെ കലാപരിപാടികളാണ് നടക്കുന്നത്. നല്ല മിടുക്കരായ കുട്ടികളാണ് കേട്ടോ. നല്ല രീതിയിൽ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് അവരാൽ കഴിയുന്ന രീതിയിൽ അവരവരുടെ കഴിവുകൾ തെളിയിക്കുന്നുണ്ട്. രാത്രിയിൽ 11 മണി വരെയാണ് ഈ പ്രോഗ്രാം പറഞ്ഞിരിക്കുന്നത്. ഗാനമേളയുണ്ട്. അപ്പം പകലൊക്കെ ആളുകൾ കുറവായിരുന്നെങ്കിലും രാത്രി സന്ധ്യ സമയമായതോടുകൂടി നിറയെ ആളുകളായിരുന്നു. അതുപോലെ 12:30-1 മണിയോടുകൂടി പ്രോഗ്രാം തീരുകയാണ് ഉണ്ടായത്. അതുവരെയൊന്നും ഞങ്ങൾ ഇരുന്നില്ല. റേഞ്ചിൻ്റെ കാലാവസ്ഥ നല്ലൊരു മാറ്റമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. രാത്രിയിലൊക്കെ നല്ല മഞ്ഞും തണുപ്പും ഒക്കെയാണ്. അതൊരു രാത്രി 9-9:30 ആ മഞ്ഞ് ഇറങ്ങും കേട്ടോ. നല്ലതുപോലെ മഞ്ഞ് കയറും. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുമായിരുന്നു. അതുകൊണ്ട് ഗാനമേള തീരുവോളം ഒന്നും ഞങ്ങൾ ഇരുന്നില്ല. അത്യാവശ്യം കുറച്ച് ഭാഗം വരെ കേട്ടിട്ട് ഞങ്ങൾ എഴുന്നേറ്റ് പോയിരുന്നു. പക്ഷെ നല്ല ഗാനമേളയായിരുന്നു എന്ന് മുഴുവൻ കേട്ടവർ പറഞ്ഞു കേട്ടോ. ഇങ്ങനെ നമ്മുടെ മണിയാശാനൊക്കെ എത്താറായപ്പോഴത്തേനും കുട്ടികൾ ചെണ്ടയടിച്ചൊക്കെ സ്വീകരിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നതാണ്. ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞു മക്കളാണ് കേട്ടോ. ഇവരാണ് സ്വീകരിക്കാനായിട്ട് റെഡിയായി നിൽക്കുന്നത്. എന്ത് പരിപാടി വന്നാലും ഇവർ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന പിള്ളേരാണ്. കുറച്ച് നേരം പ്രോഗ്രാമൊക്കെ കണ്ടിരുന്നപ്പോൾ ഫത്താഹും അടുത്ത് കേട്ടോ. അവൻ ദാണ്ട് ഐസ്ക്രീം കഴിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ്. ഒരുപാട് ഐസ്ക്രീം കട ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, വെളിയിലും അകത്തും ഒക്കെ ആയിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ മടുക്കുന്നവരും ഇറങ്ങി വന്ന് ഐസ്ക്രീം വാങ്ങിക്കും കണ്ടോ. ഞാനും ഫത്താഹും. കുക്കു നേരത്തെ വാങ്ങിച്ചിട്ട് പോയി. അപ്പം അവളാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതും. നല്ല ഐസ്ക്രീമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഫ്ലേവർ നോക്കി വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാര്യപരിപാടികളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാന്യനായ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൻ്റെ MLA ശ്രീ MM മണി അവറുകളായിരുന്നു. അതുപോലെ തന്നെ വിവിധ മത്സരങ്ങൾക്ക് സബ് ജില്ലയിലും സ്റ്റേറ്റിലും ഒക്കെ പോയ കുട്ടികൾക്ക് മൊമൻറ്റോ വിതരണം നൽകിയത് വിശിഷ്ട വ്യക്തികളായിരുന്നു. അങ്ങനെ 1.5 മണിക്കൂറോളം നീണ്ട ഒരു പൊതുസമ്മേളനമായിരുന്നു ഇത്. എനിക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമുക്ക് ഉച്ചയൂണൊക്കെ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു ഉച്ചയൂടും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ വിട്ടുപോയതാണ് അതിൻ്റെ വീഡിയോ ഉൾപ്പെടുത്താനായിട്ട്. MLA മണിയാശാനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സുമയ CA ക്ഷണിച്ചുകൊള്ളുന്നു. അറബി കലോത്സവത്തിലെ
അറബിക് ക്വിസ്, അറബിക് സംഭാഷണം, അറബിക് ഗദ്യവായന, കലോത്സവത്തിലെ ഉറുദു ക്വിസ്, അറബിക് പദ്യം ചൊല്ലൽ, വിദ്യാരംഗം ആക്ടിംഗ്, അലിഫ് അറബിക് ടാലന്റ് ക്വിസ്, മാത്തമാറ്റിക്സ് ഫെയർ, മാത്തമാറ്റിക്സ് ക്വിസ് എന്ന വ്യത്യസ്ത ഇനങ്ങളിൽ 9 എ ഗ്രേഡോടുകൂടി ഫസ്റ്റ് 1ാം സ്ഥാനമോ 2ാം സ്ഥാനമോ ലഭിച്ചതാണ്. ദേശീയ ക്രിക്കറ്റ് മത്സരത്തിലേക്ക് സംസ്ഥാന സ്കൂൾ ക്രിക്കറ്റ് ടീമിൽ സെലക്ഷൻ ലഭിച്ച എൽന മരിയ ജോൺസൺ. എൽന മരിയ ജോൺസനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിക്കേണ്ടതാണ്. ദേശീയ ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച, സ്കൂൾ ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച ദക്ഷിണ എസ് 1ാം വർഷ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥി. കേരള സ്കൂൾ ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച ശരണ്യ ശിവൻ 10ാം ക്ലാസ് വിദ്യാർത്ഥി. കേരള സ്കൂൾ ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച നിനിതാൽ ദാനി 10ാം ക്ലാസ് വിദ്യാർത്ഥി. കേരള സ്കൂൾ ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച ആദിത്യ ആർ അരുൺ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആദിത്യ ആർ അരുൺ. ആദിത്യയുടെ അമ്മയാണ് എത്തിയിരിക്കുന്നത്. അടുത്തത് നാഷണൽ ലെവൽ കരാട്ട മത്സരത്തിൽ മത്സരിക്കുന്നതിന് സെലക്ഷൻ ലഭിച്ച അഭിനവ് രജിത്. NCC നാഷണൽ ക്യാമ്പിലേക്ക് സെലക്ഷൻ ലഭിച്ച അഭിഷേക് AM. NCC നാഷണൽ ട്രെക്കിംഗ് ക്യാമ്പിലേക്ക് സെലക്ഷൻ ലഭിച്ച ആദർശ് അഭിലാഷ്. ഒൻപത് കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് ഈ വർഷം ദേശീയ മത്സരങ്ങളിലേക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുള്ളത്. അവർക്ക് ആദരം അർപ്പിച്ച നമ്മുടെ യോഗത്തിന് ശേഷം ഇവിടെ അവരുടെ അവാർഡ് വിതരണം നടത്തുന്നതായിരിക്കും. ഏറെ തിരക്കുണ്ടായിട്ടും ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് കല്ലാർ സ്കൂളിൻ്റെ മിടുക്കരെ ആദരിക്കാൻ കാണിച്ച വലിയ മനസ്സിന് ബഹുമാനപ്പെട്ട MLA മണിയാശാന് എല്ലാവരുടെയും പേരിലുള്ള പ്രത്യേകിച്ച് തിരക്കുകളുണ്ടായതുകൊണ്ട് തന്നെ കുട്ടികളെയൊക്കെ ഏകദേശമൊക്കെ ആദരിച്ച ശേഷം മണിയാശാൻ പോയി ബാക്കി വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ കുട്ടികൾക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കുകയായിരുന്നു. അപ്പം അദ്ദേഹം ദാണ്ട ഇവിടെ തിരിച്ചു പോവുകയാണ്. നമ്മുടെ സ്കൂളിലെ ഏതൊരു പ്രോഗ്രാമിന് വിളിച്ചാലും എത്ര തിരക്കുകൾക്കിടയിലും മണിയാശാൻ ഇവിടെ എത്താറും സഹകരിക്കാറും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ മണിയാശാൻ പോയ ശേഷം ബാക്കി കലാപരിപാടികളൊക്കെ തുടർന്ന് നടന്നു. ഇനി രാത്രിയിലേക്കുള്ള ഗാനമേളയ്ക്കുള്ള ഒരുക്കങ്ങളാണ്. ഇനി ബാക്കിയുള്ള കുട്ടികൾക്കുള്ള മൊമെൻറ്റോ വിതരണം തുടരുകയാണ്. അതുപോലെ തന്നെ കുക്കുവിനും ഉണ്ടായിരുന്നു. അടുത്തതായി അഭിരാമി അജീഷ് 8I കന്നഡ പോയം റൈറ്റിംഗ് തിരുവാതിര ഇനങ്ങളിൽ A ഗ്രേഡ് ലഭിച്ചു. അഭിഷേക് സുനിൽ പൂരക്കളി സബ് ജില്ലയിലും ഒപ്പന മത്സരവുമായി പോയതിൻ്റെ ആദരവാണ് ഇവിടെ ഏറ്റുവാങ്ങിയത്. അങ്ങനെ ദാണ്ട കുക്കു വളരെ ഹാപ്പി ആയിട്ട് മൊമെൻ്റോ ഒക്കെ ആയിട്ട് വരുന്നത് കണ്ടോ. അങ്ങനെ മൊമെൻ്റോ വിതരണത്തിന് ശേഷം കുട്ടികളുടെ ബാക്കി കലാപരിപാടികൾ തുടർന്നുകൊണ്ടേയിരുന്നു. നമ്മുടെ ഗാനമേളയ്ക്ക് സമയമാകുന്നിടം വരെയും കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. ഗാനമേളയുടെ സമയമൊക്കെ ഏകദേശം അടുക്കുമ്പോഴത്തേക്കും ഓഡിറ്റോറിയമൊക്കെ നിറഞ്ഞ് നല്ല തിരക്കായിരുന്നു. ആളുകൾക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലേക്ക് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായി മാറിയിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് പുഴുക്കുണ്ടായിരുന്നു കേട്ടോ. പുഴുക്കെന്ന് പറയുമ്പോൾ കപ്പയും ചേനയും ചേമ്പും അച്ചിലും ഒക്കെ കൂടി ചേർത്ത് പുഴുങ്ങിയ ഒരു പുഴുക്കായിരുന്നു. അതിന് മുളക് പൊട്ടിച്ചതും തൈരുടച്ചതും കൂടി മിക്സ് ചെയ്ത് കഴിക്കാമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കൂട്ടുകറി ഉണ്ടായിരുന്നു. ഉച്ചക്കത്തെ കൂട്ടുകറിയും കൂടെ കൂട്ടി അടിപൊളി ഒരു പുഴുക്കൊക്കെ കഴിച്ചു കേട്ടോ. കഴിക്കാനായിട്ടൊരു പ്രത്യേക സമയമല്ല, നമ്മുടെ പരിപാടി നടക്കുന്നതിനിടയിൽ ആവശ്യമുള്ളവർക്ക് പോയി കഴിക്കാമായിരുന്നു. അങ്ങനെ പുഴുക്കൊക്കെ കഴിച്ചു വന്ന് ഗാനമേളയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. നമ്മുടെ ഗാനമേള തുടങ്ങിയപ്പോൾ ഒരുപാട് വൈകിയിരുന്നു. 9:30-10 മണിയോളം ആയിരുന്നു. ഇത്രയും വൈകി ഗാനമേള തുടങ്ങിയത് കൊണ്ട് തന്നെ ഗാനമേള തീരുന്നിട വരെയൊന്നും ഞങ്ങൾ നിന്നില്ല. 1-2 പാട്ട് കേട്ട ശേഷം പെട്ടെന്ന് തന്നെ പോയി. നല്ല ഗാനമേളയായിരുന്നു കേട്ടോ. ഈ റൈബാൻ ഗ്രൂപ്പ് പാടിയ കൂടെ തന്നെ നമ്മുടെ സ്കൂളിലെ കൊച്ചു കലാകാരന്മാരുണ്ടായിരുന്നു. നല്ല പാട്ട് പാടാൻ അറിയാവുന്ന അവരെയും കൂടെ കൂട്ടിയൊക്കെ അവർ ഏറ്റവും അവസാനത്തേക്ക് പാട്ട് പാടിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ഗാനമേളയായിരുന്നു. നല്ല രീതിയിൽ ആളുകളൊക്കെ സഹകരിച്ച് നല്ല പാട്ടുകളൊക്കെ ആയിട്ട് അവരും മുന്നോട്ട് പോയി.
ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.